ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പ്രശസ്ത സിനിമ സീരിയൽ കോമഡി താരം ശ്രീമതി രശ്മി അനിലും കൂടി ചേർന്നിട്ടുള്ള സഫയർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനിൽ നിന്ന് എനിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തു, പിന്നെ എനിക്ക് അവൾ ഗിഫ്റ്റായിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്നും കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. കാരണം ഓണമൊക്കെ വരികയാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ പറ്റിയ, ട്രഡീഷണൽ കോസ്റ്റ്യൂമിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സൂപ്പർ ഓർണമെൻറ്റ്സ് ആണ്. സഫയറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഞാൻ കാണാറുണ്ട്, കുറച്ചൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് അതിൽ ആദ്യം ഞാൻ അവളുടെ നിന്ന് വാങ്ങിക്കുന്നത്, സഫയർ തുടങ്ങിയ സമയത്ത് എനിക്ക് കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു മാലയാണിത്. ലക്ഷ്മി പാലക്കയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മാല. അപ്പോൾ ഞാനിത് കുറേ പ്രോഗ്രാംസിനും കല്യാണം അങ്ങനെയുള്ള ചടങ്ങുകൾക്കും ഒക്കെ ഇട്ടിട്ടുണ്ട്, ഷൂട്ടിന് ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും സാരിയുടെ കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. എനിക്കൊന്ന് ഈ മാല കിടക്കുന്നുണ്ട്, അതിൻ്റെ ഭംഗി അതിന്നില്ല എന്ന് തോന്നുന്നു. നല്ല ലക്ഷ്മിയും ഇത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു. ഇത് ഇവിടുന്ന് ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അവിടെ ഞാൻ സാധാരണ ഒരുവിധം നല്ല ഓർണമെൻറ്റ്സ് ഒന്നും അങ്ങനെ ഷൂട്ടിനും കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല. അത് എന്തെങ്കിലും പൊതു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ അവാർഡ് നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിയ ഒരു മാലയാണിത്. ലക്ഷ്മിയും പാലക്കയും കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി സൂപ്പർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മാലയായിരുന്നു ഇത്. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മാലയായിരുന്നു ഇത്. കണ്ടോ, എന്താണെന്ന് മനസ്സിലായോ? ഉണ്ണിക്കണ്ണൻ, കുഴലൂതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ഇതും സഫയർ കളക്ഷനിൽ നിന്നും ഞാൻ വാങ്ങിയ മാലയാണ്. ഇത് ഞാനിട്ടിരിക്കുന്ന ഈ കമ്മലില്ലേ, ഞാൻ ഈ മാലയൊക്കെ വാങ്ങിച്ചപ്പോൾ അവളെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു കമ്മലാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലൊരു കമ്മലാണ്. കുറേ നാളെ ഇത് വാങ്ങിച്ചിട്ട്, അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല ഒരു കളക്ഷനാണ്, നല്ലൊരു മാലയാണ് ഉണ്ണിക്കണ്ണൻ. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് ഇതേ കണ്ടോ, കുഴലൂതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ. പിന്നെ അവളുടെ നിന്ന് വാങ്ങിയൊരു വളയായിരുന്നു ഇത്, ലക്ഷ്മി വള. ഇതൊക്കെ ഞാൻ കുറേ സീരിയലിനൊക്കെ കുറേ തവണ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മാലകളൊന്നും അങ്ങനെ അധികം സീരിയലിനിട്ടിട്ടില്ല. സീരിയലിൽ കല്യാണം അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് സംഭവങ്ങൾക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കളക്ഷൻ, ഇത് അവളെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെ. എനിക്ക് പാലക്കാമാല ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ നെക്ലസ് ടൈപ്പിലുള്ള മാലകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം വലിയ ഇതല്ലാതെ തിന്നാട്ടില്ല. ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ലോക്കറ്റുകളൊക്കെ അല്ല. അപ്പം അതേപോലെ ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. ഇതെനിക്ക് അവൾ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്. ഒത്തിരി രസമെന്നത് എഴുതിയിട്ടല്ല, ഞാനിത് ഇതുവരെ എങ്ങും ഇട്ടില്ല. ഓണത്തിന് രാവിലെ അമ്പലത്തിൽ പോകുന്ന പതിവുണ്ട്. തിരുവോണത്തിന് നിന്ന് രാവിലെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിൽ പോകുമ്പോൾ അന്ന് ഇടാനായിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് കിട്ടി ഉടനെ എനിക്ക് പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ ചെന്ന് ഇതൊക്കെ കാണിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് സഫയർ കളക്ഷനിൽ നിന്നും വാങ്ങിയിട്ടുള്ളതും എനിക്ക് കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും രശ്മിക്കും സഫയർ കളക്ഷനും ഒക്കെ എൻ്റെ വലിയൊരു താങ്ക്സ് പറയുകയാണ്. അപ്പം സഫയർ കളക്ഷൻ ഇനിയും ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരട്ടെ. അതിനകത്ത് നല്ല നല്ല മാലകളൊക്കെ വരുമ്പോൾ ഞാനും വാങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ധൈര്യസമേതം വാങ്ങാം. കാരണം ഇതിനൊന്നും ഒരു ഡാമേജും, വാങ്ങിയതൊക്കെ ഞാനിപ്പോൾ ഇതിന് മുമ്പ് കാണിച്ച നെക്ലസൊക്കെ എനിക്ക് കുറേ നാളായി. എനിക്ക് ഒരു സഫയർ തുടങ്ങിയ സമയത്ത് വാങ്ങിച്ചതാണ്, അപ്പോൾ ഇത്രയും നാളായില്ലേ, ഇതുവരെയായിട്ടും അതിനൊരു കുഴപ്പം പോലും പറ്റിയിട്ടില്ല. ഞാൻ കുറേ ഫംഗ്ഷനൊക്കെ അത് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പം പോലും പറ്റിയിട്ടില്ല. അപ്പോൾ അതേ കണ്ട പാലക്കയുടെ ഒരു മോഡലാണെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒന്നും അങ്ങനെ പറയാൻ അറിയില്ല, അതൊക്കെ രശ്മിക്ക് അറിയുള്ളൂ. അടിപൊളി മാലയാണ്, സൂപ്പർ മാല, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മാലയാണ്. അപ്പോൾ ഞാൻ തിരുവോണത്തിന് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് കവർ പൊട്ടിച്ച് ഫസ്റ്റ് ഞാനിന്ന് ഇടുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം എല്ലാവരോടും ഒന്ന് പങ്കുവെക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ധൈര്യസമേതം വാങ്ങാം, സഫയർ കളക്ഷനിൽ നിന്നും ധൈര്യത്തോടെ വാങ്ങാം. താങ്ക് യു.